നമസ്കാരം. വോട്ടോക്ക് ഇന്ന് ആറന്മുള മണ്ഡലത്തിലേക്കാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് ആറന്മുള. UDF സ്വഭാവമുള്ള മണ്ഡലം, പക്ഷേ CPM-ന് ശക്തമായ സംഘടനാ അടിത്തറയുള്ള മണ്ഡലം കൂടിയാണ് ആറന്മുള. മത്സരാർത്ഥികളും ചില്ലറക്കാരല്ല. വർഷങ്ങളായി വലതിനൊപ്പം നിന്ന ആറന്മുളയെ ഇടത്തോട്ടെത്തിച്ച് വീണ ജോർജിനെ വീണ്ടും CPM പരീക്ഷിക്കുമ്പോൾ യുവനേതാവ് അബിൻ വർക്കിയാണ് വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. ആറന്മുളയുടെ സ്പന്ദനം കൃത്യമായി അറിയുന്ന കുമ്മനമാണ് NDAയുടെ സ്ഥാനാർത്ഥി എന്നതും ശ്രദ്ധേയമാണ്. ആറന്മുള കണ്ണാടിയിൽ ആരുടെ മുഖമാവും തെളിയുക? പരിശോധിക്കാം. വിനീഷ്, കൃത്യമായ മത സാമുദായിക ഇക്വേഷനുകളൊക്കെ ഉള്ള ഒരു മണ്ഡലമാണ് ആറന്മുള. ആറന്മുളയുടെ ഒരു സ്വഭാവം അനുസരിച്ച്, അതും ഒരു രാഷ്ട്രീയ കാലാവസ്ഥയനുസരിച്ച് ആറന്മുള എങ്ങോട്ടായിരിക്കും ചായുക? മയ, ഈ രാഷ്ട്രീയത്തിൽ മത സാമുദായിക ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. കാരണം നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാകുന്ന ഒന്ന് തന്നെയാണ്. ആറന്മുളയിൽ ഇത് കുറച്ച് സവിശേഷമായി വരുന്നു. നമുക്കറിയാം, ആറന്മുളയിൽ നേരത്തെ കോൺഗ്രസ് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്നപ്പോൾ കെ ശിവദാസൻ നായർ സ്ഥിരമായി അവിടെ വിജയിച്ചിരുന്നു. അപ്പോഴും അവിടെ ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയൊരു ആധിപത്യമുള്ള, അല്ലെങ്കിൽ വലിയൊരു വോട്ട് ശതമാനമുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ ആ രീതിയിൽ വരുന്നു. അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടതുമുന്നണിയുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വീണ ജോർജ് എന്ന ഓർത്തഡോക്സ് സഭയിലെ തന്നെ ഒരു പ്രമുഖയായി കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കും. അതെ, മാധ്യമപ്രവർത്തക കൂടിയായ വീണ ജോർജിനെ ആറന്മുളയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു. ആ മണ്ഡലം കൃത്യമായി പിടിച്ചെടുക്കുന്നു. അവിടെ ഒരു സാമുദായിക സമവാക്യം കൂടി പ്രവർത്തിച്ചു എന്നത് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു വസ്തുത തന്നെയാണ്. അവിടെ വീണ ജോർജ് ആദ്യം മത്സരിക്കുന്നു. അപ്പോഴും ശിവദാസൻ നായർ തന്നെയാണ് എതിരാളി. വീണ ജോർജ് രണ്ടാമതും മത്സരിക്കുന്നു. അപ്പോഴും വീണ ജോർജ് വിജയിക്കുന്നു എന്ന് മാത്രമല്ല, വീണ ജോർജ് വലിയ വിജയം നേടുന്നു. അതായത് വീണ ജോർജിന്റെ ഭൂരിപക്ഷം 19,000-ഓളം അധികമായി മാറുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത്, കാരണം വെച്ചാൽ അവിടെ ഈ ശിവദാസൻ നായർ പിന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് പോയത് എന്ന് ചോദിച്ചാൽ, അവിടെ ശിവദാസൻ നായർ അവിടെ MLA ഒക്കെ ആയിരുന്ന ആ കാലഘട്ടത്തിൽ BJPക്ക് വലിയ കാര്യമായ സ്വാധീനം ഉണ്ടായിരുന്നില്ല. ചെറിയ വോട്ട് ശതമാനമൊക്കെ കിട്ടുമെന്നല്ലാതെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവും, മത്സരിക്കുന്നത്. പക്ഷേ BJP ആ മണ്ഡലത്തിൽ ഒരു സജീവ സാന്നിധ്യമായി ആറന്മുളയിൽ എത്തിയതോടുകൂടിയാണ് ശിവദാസൻ നായർ കുറച്ച് പിന്നോട്ട് പോവുകയും ആ സാഹചര്യം കൃത്യമായ ഈ മത സാമുദായിക ഘടകങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വീണ ജോർജിനെ മത്സരിപ്പിച്ച് ഇടതുമുന്നണി ആ കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ ഒരു കോട്ടയായിരുന്ന ആറന്മുളയെ സ്വന്തമാക്കി തുടർച്ചയായി ഭരിക്കുന്നു. ആ നേട്ടം ഇത്തവണ അത് UDF-നും അറിയാം. അതുകൊണ്ട് UDF അവിടെ ശിവദാസൻ നായരെ മാറ്റി പുതിയ പരീക്ഷണം വരുന്നു. അതായത് കോൺഗ്രസിലെ യുവ നേതാവായ അബിൻ വർക്കിയെ കൊണ്ടുവരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അബിൻ വർക്കി. മാത്രമല്ല ഓർത്തഡോക്സ് ജോർജിനെ പിന്താങ്ങുന്ന ആ സഭയുടെ ആള് തന്നെയാണ് അബിൻ വർക്കിയും. അതെ, അബിൻ വർക്കിയും ഓർത്തഡോക്സ് സഭയിലെ സഭാംഗം തന്നെയാണ്. മാത്രമല്ല, ഈ അബിൻ വർക്കിയും വീണ ജോർജും ഓർത്തഡോക്സ് ആണെന്ന് പറയുമ്പോൾ അവർ തമ്മിൽ ചെറിയൊരു വ്യത്യാസം കൂടെ ഉണ്ട്. വീണ ജോർജ് സുരക്ഷിതമായ ഓർത്തഡോക്സിന് വലിയ സ്വാധീനമുള്ള ആറന്മുളയിലെ ഓർത്തഡോക്സ് കുടുംബാംഗമാണ്. പക്ഷേ അബിൻ വർക്കി വരുന്നത് അങ്ങനെയല്ല, പോരാടുന്ന കോലഞ്ചേരി എന്നാണ്. അതായത് പോരാട്ടത്തിൻ്റെ മുൻപണിതാണ്. കാരണം ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഓർത്തഡോക്സ് സഭ പോരാടുന്നവരുടെ ഒരു പോരാളിയായ ഓർത്തഡോക്സുകാരനാണ് അബിൻ വർക്കി. അപ്പോൾ അബിൻ വർക്കി ആ രീതിയിലാണ് ആറന്മുളയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഒരു സാമുദായിക സമവാക്യത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് സംബന്ധിച്ചോളം രണ്ടുപേരും അവർക്ക് അഭിമതരാണ്. അവർക്ക് അവിടെ എവിടെയായിരിക്കും ഓർത്തഡോക്സ് സഭ ഇത്തവണ നിൽക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു പക്ഷേ ഒരാൾക്ക് മാത്രമാവാൻ സാധ്യതയില്ല. കാരണം അവിടെ ഒരു വോട്ട് സ്പ്ലിറ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിനോട് ചായ്വുള്ള ഓർത്തഡോക്സ് സഭക്കാർ അബിൻ വർക്കിക്കും ഇടതുപക്ഷത്തോട് സ്വല്പം താല്പര്യമുള്ളവർ വീണ ജോർജിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. എന്തായാലും അങ്ങനെ ആ വോട്ട് അവിടെ ആ രീതിയിൽ തന്നെ വിഘടിക്കപ്പെടും. അപ്പം അത് പുതിയൊരു സാഹചര്യമായിട്ട് അവിടെ വരുന്നു. ആ സാഹചര്യത്തിലാണ് കുമ്മനം രാജശേഖരനെ പോലെയുള്ള ഒരു വലിയ നേതാവിനെ BJP അവിടെ കൊണ്ടുവന്ന് പറയുമ്പോൾ എക്കാലത്തും നമുക്ക് ആറന്മുള എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നൊരു മുഖം കൂടിയാണ് കുമ്മനം രാജശേഖരൻ, അല്ലേ? ആറന്മുളയിലെ എന്തു വിഷയങ്ങൾ വന്നാലും അവിടെ കുമ്മനമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഒരു കേട്ടറിവും കണ്ടറിവും. തീർച്ചയായിട്ടും അതെ. കാരണം കുമ്മനം തന്നെ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ആറന്മുള ഒരു വീട് പോലെ തന്നെയാണ്. കാരണം അവിടെ എല്ലാ കാര്യങ്ങളിലും അവിടെ ഓടിയെത്തുന്നു. നമുക്കറിയാം, കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്നത്
ഒരു സജീവ രാഷ്ട്രീയക്കാരനപ്പുറത്ത് ഈ രാഷ്ട്രത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് പൂർണ്ണമായ ഒരു RSS പ്രചാരകനായി ഒരു നേതാവായിരിക്കുന്ന കുമ്മനം രാജശേഖരൻ രാഷ്ട്രീയത്തിലൊരു പൂർണ്ണമായ ഒരു സന്യാസി തന്നെയാണ് അദ്ദേഹം. ആ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാത്വികനായ ഒരു രാഷ്ട്രീയക്കാരൻ. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, മിസോറാം ഗവർണറായിരുന്നു. അപ്പോൾ അങ്ങനെ ആറന്മുളയുമായി ഒരു ബന്ധമുള്ള ഒരു വലിയ നേതാവിനെ തന്നെ, കാരണം ആറന്മുളയിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് കഴിയുന്ന RSS പിന്തുണയോടുകൂടി കഴിയുന്ന ഏറ്റവും ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് കുമ്മനം രാജശേഖരൻ ഈ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം. കുമ്മനത്തിനെ എല്ലാവരും അറിയുന്ന പോലെയല്ല, ആറന്മുളക്കാരെ കുറച്ചുകൂടി അടുത്തറിഞ്ഞിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കുമ്മനം രാജശേഖരൻ അവിടെ മത്സരിക്കുന്നു എന്നത് അവർക്കറിയാം. അപ്പോൾ ആ ഒരു പ്രാധാന്യവും ആ ഒരു സാധ്യതയും പ്രയോജനപ്പെടുത്തുവാൻ തന്നെയാണ് കുമ്മനം രാജശേഖരനെ ആറന്മുളയിൽ മത്സരിപ്പിക്കുന്നത്. കുമ്മനത്തെ തന്നെ അവിടെ മത്സരിപ്പിക്കുമ്പോൾ BJPക്കും ഒരു വലിയ ലക്ഷ്യമുണ്ട്. അതായത് വലിയൊരു സ്വാധീനമുള്ള മണ്ഡലത്തിൽ അവിടെ ഒരു മികച്ച പോരാട്ടം അവിടെ BJPക്ക് ഒട്ടുപിടിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തതാണ് MT രമേശ് 2016 അല്ലേ? വീണ ജോർജ് ആദ്യം ആറന്മുളയിൽ മത്സരിച്ച ആ സമയത്ത് MT രമേശ് ആയിരുന്നു NDAയുടെ സ്ഥാനാർത്ഥി. അന്ന് ചുരുക്കം ഇപ്പോൾ 19,000-ൽ അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ ജോർജ് 2021 വിജയിച്ചുവെങ്കിലും ആദ്യത്തെ സമയത്ത് 7,000 എൻ്റെ ഒരു ഓർമ്മ, 7,000-നടുത്ത് മറ്റോ ആണ് ഉണ്ടായുള്ളൂ. അന്ന് 37,000 ചിലാൻ വോട്ടാണ് MT രമേശ് പിടിച്ചത്. അതെ, കാരണം 10 വർഷം മുമ്പ് BJPക്ക് 37,000 വോട്ടുകൾ കിട്ടിയ ഒരു മണ്ഡലമാണ് ആറന്മുള. അന്ന് അവിടെ BJPക്ക് പഞ്ചായത്തുകളോ ഒന്നും ഭരണമൊന്നുമില്ല. ഇന്ന് അതിലൊക്കെ വ്യത്യസ്തമായി മാറി 2 പഞ്ചായത്തുകളോളം BJP ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP ഒട്ടേറെ വളർന്നിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ ഒരു തിരിച്ചടി ഉണ്ടായ മണ്ഡലം കൂടിയാണ് ആറന്മുള. നമ്മളിത് കാണാതെ പോരുത്. കാരണം 37,000 വോട്ടിൽ നിന്ന് അത് ഒരു 29,000 വോട്ടായി കുറഞ്ഞു. അതായത് ബിജു മാത്യു എന്ന BJPയുടെ സ്ഥാനാർത്ഥി ഓർത്തഡോക്സ് സഭയിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തിയ ഒരു പരീക്ഷണമാണ് BJP നടത്തിയത്. പക്ഷേ ആ പരീക്ഷണത്തിൽ BJPക്ക് വലിയ വോട്ട് ചോർച്ച അവിടെ ഉണ്ടായി. പക്ഷേ അവിടെ ഒരു ശ്രദ്ധേയമായ കാര്യം, BJPക്ക് നഷ്ടമായ വോട്ട് വീണ ജോർജിന് പോയി, ഇടതുപക്ഷത്തേക്ക് പോയി എന്നതാണ് രസം. കാരണം അതിന് തൊട്ടു മുമ്പ് വീണ ജോർജ് എത്രമാത്രം വോട്ട് പിടിച്ചിരുന്നോ അതിനേക്കാളൊക്കെ BJPക്ക് 10,000 വോട്ട് നഷ്ടമാകുമ്പോൾ ആ വോട്ട് കൃത്യമായി ചെന്ന് എത്തിയത് വീണ ജോർജിനാണ്. അതായത് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാവുന്ന, BJPക്ക് വോട്ട് ചെയ്യാവുന്ന ഒരു സോ കോൾഡ് വോട്ടർമാർ ആറന്മുളയിലുണ്ട്. അതായത് ഞങ്ങൾ വേണമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യും, ആ BJPക്ക് വോട്ട് ചെയ്തവർ തന്നെ വേണമെങ്കിൽ ഇടതുമുന്നണിക്കും ഇടതുപക്ഷത്തിനും വോട്ട് ചെയ്യാം. ഇത്തവണ ആ കാലാവസ്ഥ നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? 2016 തന്നെ പോവില്ലേ MT രമേശ് പിടിച്ച വോട്ടിൻ്റെ ഒരു കണക്ക്? അതിലേക്കല്ലേ പോകാൻ സാധ്യത? അല്ല, തീർച്ചയായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലമായിരിക്കില്ല. കാരണം ഒന്ന്, BJPയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മത്സരിക്കുന്നു. ഇപ്പം മത്സരം കൂടുതൽ ശക്തമാണ്. BJPക്ക് അവിടെ MT രമേശ് മത്സരിച്ച് 37,000 വോട്ട് കിട്ടിയതിനേക്കാൾ വളരെ ബഹുദൂരം BJP ആ മണ്ഡലത്തിൽ മുന്നേറിയിരിക്കുന്നു. BJPക്ക് അനുകൂലമായ ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രയോജനപ്പെടുത്തുകയും പിന്നെ കുമ്മനം രാജശേഖരനെ പോലുള്ള സ്ഥാനാർത്ഥികൾക്കുകയും ചെയ്യുമ്പോൾ ആ BJPയുടെ വോട്ടുകൾ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ വിഷയം എന്ന് പറഞ്ഞപ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ള, അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള. ഒന്നാമത് പത്തനംതിട്ട ജില്ലയിലെ ഭാഗമാണ് ആറന്മുള മണ്ഡലം. അതിനപ്പുറം ശബരിമലയുമായി നേരിട്ട് ബന്ധമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ആറന്മുള. അതുകൊണ്ട് തന്നെ എന്തായാലും ശബരിമല വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശബരിമല പലതരത്തിൽ അവിടെ ചർച്ച ചെയ്യപ്പെടും. ഒന്ന്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അവിടെ ചർച്ച ചെയ്യപ്പെടും. പത്മകുമാർ ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ശബരിമല വളരെ ഏറ്റവും സജീവമായി ചർച്ചയാകുന്ന ഒരു നിയമസഭാ മണ്ഡലം തന്നെയാണ്. പത്മകുമാറിന്റെ പേര് പറയുമ്പോഴാണ് CPM-ന്റെ ആ സംഘടനാ സ്വഭാവം, ആ സംഘടനാ സംവിധാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഇടമാണ് പത്തനംതിട്ടയിലെ ആറന്മുള. ആറന്മുളയിൽ അതിന് എപ്പോഴും മുന്നിട്ട് നിന്നിരുന്ന ഒരു സഖാവാണ് പത്മകുമാർ. ഇപ്പോഴും സഖാവ് തന്നെയാണ്, പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയെന്നേ ഉള്ളൂ, പുറത്താക്കിയിട്ടൊന്നുമില്ല ഇപ്പോഴും. പക്ഷേ ഒരു വിഭാഗം ഇന്നും പത്മകുമാറിനൊപ്പമുണ്ട്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനോട് സർക്കാർ എടുത്ത ആ ഒരു നിലപാട്, ആ കാര്യങ്ങളിലൊക്കെ വിരോധമുള്ള ആളുകളുണ്ട്. അത് ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. മുൻപ് ഈ വീണ ജോർജിനെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എടുക്കുന്ന സമയത്ത് അന്നും പത്മകുമാറാണ് അധിക്ഷേപവുമായി മുന്നോട്ട് വന്നതൊക്കെ. അങ്ങനെ പാർട്ടിക്ക് എന്നും വിരുദ്ധനായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ഇടയായി പത്മകുമാർ. ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് അതൊക്കെ
വോട്ടർമാർ നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയല്ലേ പോളിംഗ് ബൂത്തിലേക്ക് പോവുക? അല്ല, തീർച്ചയായിട്ടും. കാരണം പത്മകുമാർ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇടതുപക്ഷത്തിന് മുഖമായിരുന്നു. ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്ന അദ്ദേഹം മാത്രമല്ല, പത്തനംതിട്ടയെ ഇടതുമുന്നണിയോട് അടുപ്പിക്കുന്നതിലും അവിടെ ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ CPM-നെ കരുത്താക്കിയതിനൊക്കെ പിന്നിൽ പത്മകുമാറിൻ്റെ പ്രയത്നവും ഒക്കെ നമുക്ക് ഒരിക്കലും ഒരു കാലത്ത് CPM-നും തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഇപ്പോഴും CPM പത്മകുമാറിനെ ഈ പ്രതിസന്ധിയിൽ പോലും ഒരു പരിധിവരെ സംരക്ഷിക്കുന്നതിൻ്റെ കാരണവും അതൊക്കെയാവും. അപ്പോൾ പത്മകുമാർ എന്ന് പറയുന്നത് അവിടുത്തെ CPM-ന്റെ മുഖമാണ്. സംരക്ഷണം അതുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പത്മകുമാറിനോട് ഇപ്പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നാൽ, പത്മകുമാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരുന്നത്, അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും പല മന്ത്രിമാരുടെയും പേരുകൾ പറയാൻ പത്മകുമാർ റെഡിയായി നിൽക്കുന്നു എന്ന തരത്തിലും അനൗദ്യോഗികമായ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പാർട്ടിക്ക് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതിൽ പല കാരണങ്ങളുണ്ടാവാം. അത് അവരുടെ രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് എതിർപക്ഷത്തിന് ഒരു വടി കൊടുക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളത് CPM-ന് അത്രയൊക്കെ ആ കാര്യങ്ങൾ ഗൗരവമായി കൊണ്ടുപോകാൻ കഴിയുമൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞത് അവിടെയല്ല. ഒരു CPM-നെ സംബന്ധിച്ചുള്ള അവിടുത്തെ ഒരു ശക്തിയാണ്. പത്മകുമാറിനെതിരെ ഒരു നടപടി എടുക്കുമ്പോൾ ഈ പറഞ്ഞ തിരിച്ചടികൾക്കപ്പുറം ഗ്രൗണ്ടിൽ ലെവലിലും CPM-ന് വലിയ ഒരു തിരിച്ചടിയൊക്കെ നേടാൻ കഴിയും. പത്മകുമാർ വിചാരിച്ചാലും അവിടെ CPM-ലെ ഒരു വിഭാഗത്തെയൊക്കെ നിർജ്ജീവമാക്കാനെങ്കിലും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ പത്തനംതിട്ടയുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങൾ എല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ CPM-ലേക്ക് BJP-യിൽ നിന്ന് പോയ വോട്ട് എന്തായാലും തിരിച്ച് കുമ്മനം രാജശേഖരൻ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആ വോട്ടുകൾ ഇങ്ങോട്ട് വരും. പിന്നെ വരുന്നത് അപ്പോൾ ഒരു വലിയ തോതിൽ അവിടെ ഒരു വോട്ട് ഷെയർ കുറയും. അതെ, വീണ ജോർജിൻ്റെ ഒരു വോട്ട് ഷെയർ അവിടെ പിന്നെ വീണ ജോർജിന് വലിയൊരു ഭരണവിരുദ്ധ വികാരം അത് സംസ്ഥാനത്തൊട്ടാകെയുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള. ആരോഗ്യമന്ത്രിയാണ് അവിടെ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി. ആരോഗ്യവകുപ്പിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ആ ഭരണവിരുദ്ധത അതും പ്രകടമല്ലേ അവിടെ? ഈ ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പോൾ വളരെ സജീവമായ ഒരു സവിശേഷത കൂടെ ഉണ്ട്. കാരണം ഒന്നാം പിണറായി സർക്കാർ ഭരണം അവസാനിപ്പിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് KK ശൈലജ എന്ന ആരോഗ്യമന്ത്രിയായിരുന്നു. എന്നാൽ ആ ആരോഗ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് കേരളം പോലും ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. ആരോഗ്യമന്ത്രിയുടെ ഒറ്റ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ സർക്കാർ തുടരണം എന്ന് പറയാൻ തക്ക തരത്തിലുള്ള ആരോഗ്യ മേഖലയിലെ അതിഭയങ്കരമായ മികവ് പുലർത്തിയൊരു കാലമാണ്. അത് ശേഷം ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളാണ്. വയറിനുള്ളിൽ കത്രിക കുടുങ്ങിയതും പഞ്ഞി കുടുങ്ങിയതും വയറ് കുടുങ്ങിയതും ICUവിൽ പീഡനം നടത്തിയതും ഹാരിസ് ഡോക്ടർ കാര്യങ്ങൾ ആശുപത്രിയിലെ ദയനീയ സ്ഥിതി മെഡിക്കൽ കോളേജിലെ തുറന്നു പറയുകയൊക്കെ ചെയ്ത് ഒരു വലിയ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രി പറയുന്നതൊക്കെ സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ടാണെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. സിസ്റ്റം പാടെ തകരാറാണത്രേ. അല്ല, ഈ സിസ്റ്റം ആരാണ് ഉണ്ടാക്കിയത്? ആരുടെ സിസ്റ്റമാണ് തകരാറായത്? കേരളത്തിലെ ആരോഗ്യരംഗത്തിന് നല്ലൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിന് വലിയ തകരാറുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അത് നടപ്പാക്കുമ്പോഴുള്ള തകരാറുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി മന്ത്രിയാണെങ്കിൽ അതിനേക്കാൾ പ്രധാന ഉത്തരവാദി ആ മന്ത്രിയെ ആ സ്ഥാനം ഏൽപ്പിച്ച ആ മന്ത്രിയോടൊപ്പം നിൽക്കുന്ന പാർട്ടിക്ക് അതിനകത്ത് വലിയൊരു ഘടകമുണ്ട്. മാത്രമല്ല, ആരോഗ്യമന്ത്രിക്ക് സഹായത്തിനായി പാർട്ടി കൊടുത്ത ആൾക്കാരൊക്കെ സംഘടനാപരമായി ആരോഗ്യമന്ത്രിയുടെ വീണ ജോർജിൻ്റെ വളരെ മേൽത്തട്ടിലുള്ളതാണ്. അപ്പം മുകളിൽ നിൽക്കുന്ന ഒരാൾ താഴെയായിട്ടുള്ള ഒരാളെ നിയന്ത്രിക്കുമ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും ആ മുകളിൽ നിൽക്കുന്ന ആൾക്കൊരു അപ്രമാദിത്യം ഉണ്ടാകും. അപ്പം അങ്ങനെ വീണ ജോർജിന് ചില പരിമിതികളൊക്കെ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വീണ ജോർജിന് മാത്രം ഉത്തരവാദിത്തമല്ല, പക്ഷേ പാർട്ടിക്ക്. വീണ ജോർജ് എന്ന ജനപ്രതിനിധിക്ക് എത്ര കണ്ട് സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് ആറന്മുളയിൽ? ഒരു വലിയ മാധ്യമ പ്രവർത്തകയായിരുന്നു, നമുക്കൊക്കെ വലിയ അഭിമാനമായിരുന്നു അവർ MLA ആയപ്പോൾ മന്ത്രിയായപ്പോഴൊക്കെ. പക്ഷേ അതിലൊക്കെ പിന്നീട് പല വ്യതിയാനങ്ങളും വരുന്നത് കണ്ടു. ആറന്മുളയിലെ ജനങ്ങൾക്കിടയിൽ, അവിടുത്തെ വോട്ടർമാർക്കിടയിൽ അവരെ എത്ര കണ്ട് സ്വീകാര്യത കൊടുക്കുന്നുണ്ട് വീണ ജോർജിന്? അതും കൂടിയും വരുമല്ലോ തെരഞ്ഞെടുപ്പ് സമയത്ത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. കാരണം ആദ്യത്തെ 5 വർഷം കഴിഞ്ഞു വന്ന വീണ ജോർജ് അല്ല ഇപ്പോഴുള്ള വീണ ജോർജ്. കാരണം ഒരുപാട് വെല്ലുവിളികൾ മണ്ഡലത്തിൽ നിന്ന് നേടുന്നുണ്ട്. പല വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ വെല്ലുവിളികളുണ്ട്. മാത്രമല്ല, കാരണം ഇത്തവണ കോൺഗ്രസിൻ്റെ ഒരു പഴയ മുഖമല്ല, കോൺഗ്രസിലൊരു തലമുറ മാറ്റം ആറന്മുളയിൽ വരികയാണ്. അബിൻ വർഗി വരുന്നതോടുകൂടി അവിടെ ഒരു തലമുറ മാറ്റമാണ്. അപ്പോൾ അത് ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം ഒരു യുവാവായ അബിൻ വർക്കി അവിടെ വരുമ്പോഴേക്കും മണ്ഡലത്തിൽ ഒരു പരിധിവരെ കോൺഗ്രസിന് ഒരു മാറ്റം അവിടെ ഉണ്ടാകും. മാത്രമല്ല, ശിവദാസ് നായർ കൊണ്ടുവന്നിരുന്ന ഒരു കോൺഗ്രസിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റേണ്ട ഒരു ഉത്തരവാദിത്വവും ഈ അബിൻ വർക്കിക്കുണ്ട്. അപ്പം ആ അബിൻ വർക്കിയുമായി
ഏറ്റുമുട്ടുന്നു. ഇപ്പുറത്ത് കുമ്മനം രാജശേഖരനെ പോലെ BJP അല്ലെങ്കിൽ ഭൂരിപക്ഷ വോട്ടുകൾ സ്വാധീനിക്കാനും ഉറപ്പായും പോൾ ചെയ്യിക്കാനും കഴിയുന്ന ഒരു വലിയ നേതാവ് മത്സരിക്കുന്നു. ആ സാഹചര്യത്തിൽ വീണ ജോർജിന് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഏകപക്ഷീയമായ ഒരു വിജയം ഒരു കാരണവശാലും ഉണ്ടാവില്ല. അവിടെ 3 സ്ഥാനാർത്ഥികൾക്കും വേണമെങ്കിൽ ജയിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മത്സരം വന്നെത്തിയിട്ടുണ്ട്. കാരണം 3 പ്രധാന സ്ഥാനാർത്ഥികൾ വളരെ ശക്തമായി മത്സരിക്കുന്നു. ഈ പറഞ്ഞ വോട്ടുകളുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള വോട്ടുകളുടെ ഒരു മാറ്റവും അവിടുത്തെ ഒരു മണ്ഡലത്തിൻ്റെ സ്വഭാവമൊക്കെ യാഥാർത്ഥ്യമായാൽ തീർച്ചയായിട്ടും അത് ആർക്ക് വേണമെങ്കിലും അനുകൂലമാക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശക്തമായ ത്രികോണ മത്സരം നിലനിൽക്കുന്ന ആറന്മുളയിൽ അട്ടിമറി നടക്കുമോ എന്ന് കണ്ടറിയാം. മറ്റൊരു മണ്ഡലത്തിന്റെ വിശകലനവുമായി വോട്ട് ടോക്കിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.